പക്ഷേ ഞാൻ ആ സീസണിൽ ഉണ്ടാകണമെന്നുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലും ഏഷ്യാനെറ്റിന് അയാൾക്ക് മുകളിലുള്ള ആൾക്കാരുടെ അടിസ്ഥാനത്തിലുമൊക്കെയാണ് കഴിഞ്ഞ സീസണിലേക്ക് ഞാൻ വരുന്നത്. പിന്നെ ഈ ഇദ്ദേഹം വിചാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കാം, പുള്ളിക്ക് താല്പര്യമുള്ള മറ്റൊരു മത്സരാർത്ഥി ഉണ്ടല്ലോ, ആ മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് വില്ലനായ അഖിൽമാരെ അകത്തേക്ക് കയറ്റിവിടുന്നു, മറ്റൊരു ഹീറോയോ ഹീറോയിനുമായി മാറുന്നു. പക്ഷേ ഇവർ ചിന്തിച്ചില്ല നമ്മളുടെ പൊട്ടൻഷ്യലിനെ കുറിച്ചോ നമ്മളെ കുറിച്ച് ഇവർക്ക് അറിയത്തില്ല. ഇവർ വിചാരിച്ചു സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്ന് ചർച്ച ചെയ്യുന്ന അഖിലിന് മാക്സിമം പോയി കഴിഞ്ഞാൽ വല്ല മെയിൽ ഷോവിനിസോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ് പുരോഗമനവാദികളുടെ തെളിയൊക്കെ കേട്ടുകൊണ്ടൊക്കെ പോകുന്ന ഒരാളാണെന്ന് വിചാരിച്ചാൽ ആ ധാരണയാണ് അവർക്ക് തെറ്റിയത്. എന്നാലും ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തു. ആദ്യ ആഴ്ച മുതൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാനുമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നാളിതുവരെയും പറഞ്ഞിട്ടില്ല, അതും എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് എടുത്ത് ഞാൻ പറയുന്നു, ഈ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള ഒരു സ്ത്രീകളെയും ആക്ഷേപിച്ചോ അധിക്ഷേപിച്ചോ സംസാരിച്ചതല്ല. അവരുടെ തന്നെ വായിൽ നിന്നും, അവരിൽ ചില ആൾക്കാരുടെ വായിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞതും ചില വോയിസുകൾ എന്നെ കേൾപ്പിച്ചതുമായി ബന്ധപ്പെട്ടും സീസണിൽ സെലക്ട് ആകാതെ പോയിട്ടുള്ള ചില മത്സരാർത്ഥികളുടെ, അതായത് സീസണിൽ സെലക്ട് ആകാതെ പോയി, പക്ഷേ ഞങ്ങളുടെ ഒപ്പം വന്നാൽ ഞങ്ങൾ നിന്നെ സെലക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ചാനൽ അവസരങ്ങൾ മേടിച്ച് തരാം, അല്ലെങ്കിൽ ചാനലിൽ പിന്നീട് അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പലരെയും ഒക്കെ തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ്, വ്യക്തമാണ്. അത് ഇനി ഈ പോയിട്ടുള്ളവർ തള്ളി പറഞ്ഞാലും 100% വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഹോട്ടലുകൾ ഉൾപ്പെടെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, എവിടെയൊക്കെ ഏതൊക്കെ ഹോട്ടലുകളിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് ആ വിഷയം ഞാൻ കഴിഞ്ഞ ദിവസത്തെ സിവിൻ്റെ വിഷയത്തോട് ചേർത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് കേരളത്തിൽ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള മറ്റുള്ള സ്ത്രീകൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ളത് അത് നിങ്ങൾ എന്നോട് അങ്ങ് ക്ഷമിച്ച് കള. നിങ്ങളെല്ലാവരും വലിയ പുരോഗമന സ്ത്രീപക്ഷവാദികളാണല്ലോ, നിങ്ങൾ സംസാരിക്കേണ്ട വിഷയമാണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കേരളത്തിൽ അഭിനയിക്കുന്ന എല്ലാ നടിമാരും കടന്നു കൊടുത്തിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? സിനിമയിൽ ഒരാൾ പറയുകയാണ് സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, അതായത് ഇത്തരത്തിൽ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയെ ശാരീരികമായി ഉപയോഗിച്ച് അവസരങ്ങൾ കൊടുക്കുന്ന ഏർപ്പാട് സിനിമയിൽ ഉണ്ട് എന്നൊരാൾ പറഞ്ഞാൽ മലയാള സിനിമയിൽ അഭിനയിച്ച അഭിനേത്രികളെ മൊത്തം ആക്ഷേപിക്കുന്നതായിട്ടാണോ? ഇപ്പോൾ ഞാൻ കിട്ട വീഡിയോയുടെ ഇടയിൽ വന്ന് സെറീന എന്നെ സപ്പോർട്ട് ചെയ്തു. സെറീന കഴിഞ്ഞാൽ എന്നെ കുറച്ച് മുമ്പ് വിളിച്ചിട്ട് ഭയങ്കര വിഷമത്തോടെ സംസാരിച്ചു, ചേട്ടാ അതെ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് കുറേ ആൾക്കാർ വരുന്നു. സെറീനയ്ക്ക് എന്തെങ്കിലും നെഗറ്റീവ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാനുള്ള ആത്മധൈര്യവും ആത്മബോധവും അവൾക്കുണ്ട്. അത് ഞാൻ എന്നിലൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനെ അവളെ ആക്ഷേപിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ പറയുന്നു അവളെന്തോ വിക്ടിമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പോസ്റ്റുകളൊക്കെ ഇറക്കിയത് കൊണ്ടൊക്കെയാണ്. പിന്നെ ദിയാസാന ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇത് എഴുതുന്നത് എന്താണ്, പറയുന്നത് എന്താണ്, അത് വായിച്ചാൽ മനസ്സിലാക്കാത്ത ആൾക്കാരുടെ ഒരു കുഴപ്പമാണ്. പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല പറഞ്ഞത്. അതുകൊണ്ട് ജനറലൈസ് ചെയ്തിട്ടല്ല, ഇത്തരം ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളുമായി, ഇത്തരം ചൂണ്ടയുമായി ബന്ധപ്പെട്ട് ഈ ചൂണ്ടയും ഇട്ടുകൊണ്ട് ഇവന്മാർ ഇറങ്ങുന്നുണ്ട്. 2, കഴിഞ്ഞ സീസണിന്റെ മധ്യത്തിൽ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ പുറത്തിറങ്ങിയിട്ട് എന്തോ ഷോയ്ക്കെതിരെ പറഞ്ഞു. റോബിൻ എന്തോ ഈ പറഞ്ഞത്? റോബിൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുള്ള കാര്യങ്ങളല്ലേ? റോബിൻ പറഞ്ഞത് ഷോയ്ക്കെതിരെയാണ്. ഞാൻ ഒരിടത്ത് പോലും ഷോയുടെ സ്വഭാവത്തെക്കുറിച്ചോ ബിഗ് ബോസ് എന്ന സീസണെ കുറിച്ച്, ഞാൻ സീസൺ 6 നാറി പുഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് എന്ന് ഞാൻ പറഞ്ഞത് മാത്രമാണ്. അതായത് ഇനി ലോകത്തൊരിക്കലും ബിഗ് ബോസ് ഇറക്കരുതെന്നൊന്നും അല്ല എൻ്റെ അഭിപ്രായം. എനിക്ക് ബിഗ് ബോസിനെ കുറിച്ച് എതിരെ അഭിപ്രായമില്ല. ഈ ബിഗ് ബോസിന്റെ പേരിൽ അതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന 2 വ്യക്തികൾ, ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുന്ന 2 വ്യക്തികൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ, അവരിലൂടെയാണ് ഈ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത്. പലരുടെയും തീരുമാനങ്ങളുടെയും പോയിക്കൊണ്ടിരിക്കുന്ന ഈ സീസണെ പൂർണ്ണമായും ഇവരാണ് നിയന്ത്രിക്കുന്നത്. ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോബിൻ എന്താണ് പുറത്തിറങ്ങിയിട്ട് അന്ന് പറഞ്ഞത്? ഇത് എഡിറ്റഡാണ്, ഇത് ഉടായ്പാണ്, ഇങ്ങനെ വായിത്തോന്ന വിവരക്കേടാണോ ആവുന്ന എഡിറ്റഡാണ്, അത് അവരുടെ ഇഷ്ടമാണ്. ഒരു ഷോ എഡിറ്റ് ചെയ്യാനുള്ള അവകാശം അവർക്കില്ലേ? അവർ ചെയ്യുന്ന ഷോ അവർ എഡിറ്റ് ചെയ്യും. അല്ലാതെ അകത്ത് കയറുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ഇന്ന രീതിയിൽ തന്നെ അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. അവർക്ക് ഓരോ ആൾക്കാരെയും പോർട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പോർട്രേറ്റ് ചെയ്യും. അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. എന്നെ അവരെങ്ങനെ പോർട്രേറ്റ് ചെയ്തത്? കഴിഞ്ഞ സീസണിലെ ആദ്യത്തെ 50 ദിവസത്തെ എല്ലാ എപ്പിസോഡും എടുത്തു വെച്ച് നോക്കൂ. എന്നെ അവർ വളരെ മോശക്കാരനാക്കി തന്നെയാണ് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പം കുറേ വിവരം കെട്ടവന്മാർ വന്നിട്ട് മുണ്ട് പൊക്കി എന്ത് തമാശക്ക് ഇരുന്നിട്ട് ഒരാൾ ഇരുന്നിട്ട് കൈ ഇത്ര മാത്രം ഒരു ആംഗിളിൽ ചുമ്മാ ഒരു ആക്ഷൻ കാണിച്ചതിനെ വെച്ചിട്ട് ഏഷ്യാനെറ്റ് എഴുതിയ തലക്കെട്ട് എന്താണ്? സെറീനെ മുണ്ട് പൊക്കി കാണിച്ച അഖിൽമാരാർ. അതായത് എന്ത് തന്തയില്ലായ്മയും അവന്മാർക്ക് ചെയ്യാം. പിന്നീട് അത് അവന്മാർ തന്നെ മാറ്റുകയാണ് ചെയ്തത്. ആ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബിനകത്ത് അവർ എഴുതി വെച്ചിരുന്ന സാധനം പിന്നീട് അവർ തന്നെ തിരുത്തി. അപ്പൊ ഒരു വ്യക്തികളെ ഒരു ഷോയിലൂടെ അവർക്ക് എങ്ങനെയും പോർട്രേറ്റ് ചെയ്യാം. അത് കാണുന്ന ജനത്തിന് മനസ്സിലാകും അത് എന്താണ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ജനതയ്ക്കുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ഈ സീസണിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു, ശാരീരികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു, നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു, സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റു മത്സരാർത്ഥികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു.
അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഈ സിബിന്റെ കാര്യങ്ങളൊക്കെ തന്നെ സിബിൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് പറയും. സിബിൻ എന്നോടത് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഞാൻ എന്തായാലും തുറന്നു പറയും. പക്ഷേ അവന് ശമ്പളം കൊടുത്തിട്ടില്ല. അവൻ 14-15 ദിവസം അവൻ അത്രയ്ക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള പയ്യനൊന്നുമല്ല. ഇത് ചോദിച്ചാൽ വിചാരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ സിബിനെ കണ്ടിട്ടില്ല, ഞാൻ സിബിനും തമ്മിൽ എന്തോ ആത്മബന്ധം ഉണ്ടെന്നാണോ നിങ്ങളുടെ വിചാരം? എൻ്റെ ജീവിതത്തിൽ ഞാൻ സിബിനെ കണ്ടിട്ടില്ല. എൻ്റെ സ്വഭാവം ബിഗ് ബോസ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അനിയൻ മിഥുന് പുറത്ത് വലിയ നെഗറ്റീവ് ഉണ്ടാകുന്നു. അനിയൻ മിഥുനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നു. അപ്പം അനിയൻ മിഥുനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാളാണ് ഞാൻ. അതെന്തുകൊണ്ടാണ്? ഒരാളെ ഒറ്റപ്പെടുത്തി കടന്നാക്രമിക്കുന്ന സമയത്ത് ശരികൾക്കൊപ്പം മാത്രമേ അയാളെ തെറ്റുകളെ നമുക്ക് എതിർക്കാം. അതേപോലെ തന്നെ സിബിനെ എനിക്കറിയില്ല, സിബിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. ഞാൻ സിബിനെതിരെ, അതായത് സിബിനെ ലാലേട്ടൻ്റെ പറച്ചിൽ കേട്ട് വരണ്ടിറങ്ങി പോയവനാണോ സിബിൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ സിബിനെതിരെ സംസാരിച്ചിട്ടാണ് കഴിഞ്ഞ ലൈവിൽ ആദ്യം ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ എന്താണ് സിബിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സിബിനെ അവിടെ നിന്ന് പുറത്താക്കണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നാളിതുവരെയും ഒരു സൈക്കാട്രിക് മെഡിസിൻ പോലും കഴിക്കാത്തൊരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം. അവന് ട്രോമ ഉണ്ടായിട്ടുണ്ട്. അവനൊരു പ്രണയം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ, അത് സ്വാഭാവികമല്ല. എത്രയോ ചെറുപ്പക്കാർക്ക് പ്രണയനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നാളെ ഒരാളത്ത് പറയുമ്പോഴത്തേക്ക് എനിക്കൊന്നും സഹിക്കാൻ പറ്റിയില്ല, എനിക്ക് കുറെ കാലം കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. ഇതൊക്കെ വളരെ കാഷ്വലി നമ്മളെല്ലാവരും നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് പറയുന്നത്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അതേ ട്രോമയിലേക്ക് നമ്മൾ കുറച്ച് നാൾ പോകും. അതിൻ്റെ അർത്ഥം നമ്മൾ സൈക്കാട്രിക് മെഡിസിൻ എടുത്ത് കഴിച്ചിട്ട് ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, കുറെ ആൾക്കാർക്ക് മുമ്പിൽ നമ്മളെ ഭ്രാന്തനാക്കി കുറെ ആൾക്കാരെ ചിത്രീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ സിബിന്റെ കേസിൽ സംഭവിച്ചത് അവന് കുറെ വിഷമങ്ങൾ വന്നു. അവൻ വിഷമങ്ങൾ വന്ന സമയത്ത് അവൻ ഹൗസിൽ ഇരുന്നിട്ട് എനിക്ക് ഇറങ്ങി, ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത് ഹൗസിനകത്ത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇറങ്ങിപ്പോണമെന്ന്. കാരണം എന്താ? എനിക്ക് മത്സരിക്കാൻ സ്ട്രോങ് ആയിട്ട് മത്സരാർത്ഥികൾ ഇല്ല എന്നുള്ള ഫീല്. ഏതെങ്കിലും ആ മത്സരാർത്ഥികളെ കളിച്ച് തോപ്പിക്കുമ്പോൾ ഞാനതിൽ എക്സൈറ്റ്മെന്റ് കണ്ടെത്തുന്നില്ല. എനിക്ക് ശക്തരായ മത്സരാർത്ഥികളോട് മത്സരിക്കാനായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം. അപ്പൊ ഇത് തന്നെ ഞാൻ ബിഗ് ബോസിനടുത്ത് പോയി പറയുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്ന നേട്ടം ഞാനായിട്ട് തള്ളിക്കളയുന്നില്ല ബിഗ് ബോസ്. ഞാൻ ഇറങ്ങി പൊക്കോളാം. അവർക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. ഞാൻ പുറത്ത് എൻ്റെ കാര്യങ്ങൾ ഞാൻ പോയി ചെയ്യാം. ഇതാണ് ഞാൻ കൺഫെഷൻ റൂമിൽ പോയി സംസാരിക്കും. ഞാൻ കരഞ്ഞിട്ട് ഞാൻ കൺഫെഷൻ റൂമിൽ പോയി സംസാരിക്കുന്നത് ഇതാണ്. എൻ്റെ കാര്യമല്ല അവിടെ ഞാൻ പറഞ്ഞത്. മറ്റു മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിക്കോട്ടെ, ഞാൻ പുറത്ത് അച്ചീവ് ചെയ്തോളാം, ഇതാണ് ഞാൻ പോയി പറഞ്ഞത്. ഇതെല്ലാവർക്കും വരും. പിന്നെ ഈ സിബിൻ കാണിച്ചു എന്ന് പറഞ്ഞ സിമ്പിൾ കഴിഞ്ഞ സീസണിൽ അത് റിപ്പീറ്റായിട്ട് കാണിച്ച ഒരാൾ റിനോഷ് ആയിരുന്നു. എൻ്റെ മുഖത്ത് നോക്കി ശോഭ അത് കാണിച്ചിട്ടുണ്ട്. ഞങ്ങളാരും ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുകയോ അതിനെതിരെ ബിഗ് ബോസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്തോ ഭയങ്കര, അതായത് ബിഗ് ബോസിൽ ഒരു കാലത്തും ചെയ്യരുതാൻ പറ്റാത്ത ഒരു ആംഗ്യം കാണിച്ചു. അത് ലാലേട്ടൻ ചോദിക്കും, എന്ത് മണ്ണാങ്കട്ടയ്ക്കാണ് ചോദിക്കുന്നത്? അതെന്തിനു ചോദിക്കേണ്ട കാര്യം? ബിഗ് ബോസിനകത്ത് വരുന്ന ഒരാൾ അതാണ് പറച്ചിൽ കേട്ടാ വിചാരിക്കും ബിഗ് ബോസ് സീസൺ 6 അത്രയേറെ കുടുംബ പ്രേക്ഷകർക്കിടയിലും കാണിച്ചുകൊണ്ടിരിക്കുന്ന മാന്യതയും മര്യാദയും കണ്ടിട്ട് ജനതയ്ക്ക് ഈ ഒരു കൊച്ചു തെറ്റ് കണ്ടപ്പോഴത്തേക്ക് ജനതയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. സിബിൻ എന്ത് തെമ്മാടിത്തരമാണ് ഈ കാണിച്ചത് എന്ന് തോന്നിയത് കൊണ്ടാണോ ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബിഗ് ബോസ് ആ സമയത്ത് ഇടപെടുന്നത്? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ആ സമയത്ത് ആരും ഇടപെട്ടിട്ടില്ലല്ലോ. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, സീസണിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഫേവർ ചെയ്ത് അവർക്ക് ചില കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അത്തരം കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. കാര്യം ഇന്നലെ എനിക്കിത് കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോയിൽ നിന്ന് പുറത്താക്കി അവൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് പോലും ഇവന് ഭ്രാന്താന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ സൈക്കാട്രിക് മെഡിസിൻ കഴിച്ചാൽ തന്നെ ഭ്രാന്താവും. ഞാൻ ആ ഡിവിഷനിൽ വർക്ക് ചെയ്ത, ഒരു വർഷം അവിടെ വർക്ക് ചെയ്ത ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഒരു സൈക്കാട്രിക് മെഡിസിൻ ഒരു പ്രശ്നങ്ങളും തലയ്ക്ക് അല്ലെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇല്ലാത്തൊരു മനുഷ്യൻ ഇത്തരം ഡ്രഗ് കഴിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവന് ഡ്രഗ് കൊടുക്കാൻ പറയുന്നത് ഡോക്ടറെ കാണുന്നതിന് മുൻപ് ഡ്രഗ് കഴിക്കണമെന്നാണ് പറയുന്നത്. അതായത് എന്നിട്ട് വീട്ടിൽ വിളിച്ചിട്ടാ പറഞ്ഞത് അവൻ്റെ. ഇതിനിടയ്ക്ക് ആ ചെറുപ്പക്കാരൻ്റെ അച്ഛന് അറ്റാക്ക് വന്നു. പുള്ളിക്ക് ഇപ്പം ബൈപ്പാസ് സർജറി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവൻ്റെ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ തുടക്കത്തിൽ ജാസ്മിൻ എന്തോ വിഷമം വന്നെന്നോ അച്ഛൻ എന്തോ പ്രശ്നം വന്നെന്നോ, ഇപ്പം തുടക്ക സമയത്ത് തന്നെ മത്സരത്തിലോട്ട് കയറി ആദ്യത്തെ 2 ആഴ്ചക്കുള്ളിൽ തന്നെ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന അതേ ഷോയുടെ ആൾക്കാർ സിബിൻ്റെ അച്ഛൻ അറ്റാക്ക് വന്നിട്ടും അവനെ അറിയിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണവും പെണ്ണും, ഇത് രണ്ടും ഫോക്കസ് ചെയ്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവരുടെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് നഷ്ടം വന്നാലും അത് സഹിച്ചോളാം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നലത്തെ ദിവസം ഞാൻ ആ ലൈവ് ചെയ്യുന്നത്. കാര്യം കുറേ ആൾക്കാർ പറയും 50 ലക്ഷം രൂപയും മേടിച്ച് ഇതും മേടിച്ചിട്ട് ഞാൻ പറയുന്നത് 50 ലക്ഷം രൂപ എന്താ എനിക്ക് ഏഷ്യാനെട്ടാ തന്നത്?
100 ദിവസം ഞാൻ അവിടെ കിടന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ, എനിക്ക് തന്നേക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് എൻ്റെ കണ്ടന്റുകൾ ഒരു 6 7 കണ്ടന്റുകൾ യൂട്യൂബിൽ ഓടിയാൽ കിട്ടുന്ന ശമ്പളം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അത്രയും ശമ്പളമേ അതിനകത്തുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ടുണ്ടാക്കി കൊടുക്കുന്നതോ? പിന്നെ പ്രേക്ഷകർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത് അല്ലാതെ ഏഷ്യാനെറ്റ് എന്ന് തന്നെ ജയിപ്പിച്ചു. അല്ല, ഞാൻ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ ആ ചാനലിനോടും അല്ലാട്ടോ, ഇവന്മാരോട് പറയുന്ന കാര്യങ്ങളാണ്. എനിക്ക് ആ ചാനലിനോടും അല്ലെങ്കിൽ ആ ഷോയോടും ഒന്നും നമുക്കൊരു പ്രശ്നങ്ങളുമില്ല. അതിനോട് സ്നേഹവും നന്ദിയൊക്കെ എപ്പോഴും ഉണ്ടാവും. യവന്മാരാണോ നമ്മളെ ജയിപ്പിക്കുന്നത്? യവന്മാരാണോ എനിക്ക് വേണ്ടി വോട്ട് പിടിച്ചു തന്നത്? എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളും ചെയ്തിട്ട് ഫിനാലയിൽ പോലും റോബോട്ടിക്കായിട്ട് വോട്ട് ഹോട്ട്സ്റ്റാറിൽ അടിച്ചു കയറ്റിയിട്ട് അതുവരെ പിടിക്കപ്പെട്ടതാണ്.